ഹായ് കൂട്ടുകാരെ, ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ കുറച്ച് വിഭവങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പ്ലീസ് എന്തായാലും ഒരു കമൻറ്റ് കൂടി ഇട്ടറിയിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്ന് പറയേണ്ടത് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വെജ് കുറുമയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രോസൺ ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് കുതിർത്തിയതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിലൊന്ന് വേവിച്ചിട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ ഇതിൽ കുറച്ച് നല്ല നല്ല റെസിപ്പീസോട് ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ എൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഒരു 3-4 വിസിലൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ മസാല തയ്യാറാക്കാൻ ഒരു സവാള, ഒരു തക്കാളി, പിന്നെ 2-3 പച്ചമുളക് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഉലുവ, വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുക, കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുക 1 ടീസ്പൂണ്, പിന്നെ കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പച്ചമണം ആകുമ്പോൾ അതിലേക്ക് നമ്മുടെ സവാള മുഴുവനായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കട്ടോ. ഇനി അതിലേക്ക് ഒന്ന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ഒന്ന് ചെറിയ രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം അതിൽ ഒന്ന് തുറന്നു കൊടുക്കാം. അതിലേക്ക് നമ്മുടെ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇത് വെജ് കുറുമയാണ്, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയാണ് കേട്ടോ. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇനി അതൊന്ന് ഉടഞ്ഞു വന്നാൽ അതിലേക്ക് വെന്ത് വന്നിട്ടാകുമ്പം കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ 1 ടീസ്പൂണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ ആ ഒരു വെജ് ഇല്ലേ അത് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി 2 പിടി തേങ്ങ ഇതുപോലെ ഒരു അരമുറി ഇല്ല കേട്ടോ, അതിൽ കുറച്ച് കുറവായിട്ടുള്ള തേങ്ങയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു വെളുത്തുള്ളി, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി ഒരു നല്ല രീതിയിൽ വരണം കേട്ടോ. പിന്നെ അതിലേക്ക് കസൂരി മേത്തി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇതുപോലെ പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ഈ ഒരു ഇല നിങ്ങളെ വീട്ടിൽ ആരുടെങ്കിലും ഉണ്ടോ? ഇത് നമ്മൾ പുട്ടിനൊക്കെ ഇടുന്ന ഒരു ഇലയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വെജിറ്റബിൾസിനൊക്കെ ഈ ഒരു ഇല ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ കറി ആക്കുമ്പോൾ ആ ടൈമിൽ ഇതുപോലെ ഇല ഇട്ട് കൊടുത്താൽ കേട്ടോ, ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമ്മൾ കറി നല്ല അടിപൊളി സൂപ്പറായിട്ട് വരികയുള്ളൂ. അപ്പോൾ വെജ് കുറുമ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി വെക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. ഇത് പൊറോട്ട, ചപ്പാത്തി, പിന്നെ പൂരി, എല്ലാത്തിനും പുട്ട്, അതിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ഇനി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൂരിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ പറയാനുണ്ട് കേട്ടോ, അത് ഞാൻ അവസാനം പറയാം, ഇന്നത്തെ സ്പെഷ്യലിൻ്റെ കാര്യം. അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ അതിലേക്ക് വെള്ളം കൂടി നോർമൽ വാട്ടറും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കട്ടോ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്നതിനാൽ അവസാനമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം കേട്ടോ, എന്നാൽ മാത്രമേ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അപ്പോൾ ഇതുപോലെ പൂരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പരത്തി എടുക്കലാണ് കേട്ടോ. അതൊക്കെ ഇനി കുറച്ചൊന്നായതിനു ശേഷം ഞാനിതാ ചൂടായ ഓയിലിൽ ഇട്ടിട്ടൊന്ന് പൊരിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൂരി, കുഞ്ഞു കുഞ്ഞു പൂരി, നിങ്ങളിങ്ങനെ പൂരി ഉണ്ടാക്കൽ വലിയ പൂരി ആയിരിക്കുമല്ലേ? എനിക്കിഷ്ടമല്ല കേട്ടോ വലിയ പൂരി, കുഞ്ഞു ഇഷ്ടം. അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കലാണ്, മക്കൾക്കൊക്കെ കൊടുത്ത് സ്കൂളിലൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടിയാണ്. ഞാൻ കുറച്ച് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാനവിടെ മഞ്ഞൾപ്പൊടിയും ഉപ്പ്, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ ചൂടാക്കിയതിന് ശേഷം കറിവേപ്പില ഇട്ട് അതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഫുൾ വെജിറ്റബിൾസ് കട്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, സവാള, തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില,
കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുക. പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അവിയലിന് വേണ്ടിയിട്ട് തേങ്ങ ഇതുപോലെ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട്. 2 പിടി, പിന്നെ വെളുത്തുള്ളി, ജീരകം, ഒരു പച്ചമുളക്, പിന്നെ സവാള ഒരു പകുതി എടുത്തിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ക്രഷ് പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, പേസ്റ്റ് ആവാതെ. ഇനി അതിലേക്ക് നമ്മുടെ ആ ഒരു തേങ്ങ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് അവിയൽ ഉണ്ടാക്കാൻ അറിയാമല്ലോ, അറിയാത്തവരുണ്ടാവില്ല, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. ഞാനില്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടാവും, പക്ഷേ എങ്കിൽ അത് തന്നെ നോക്കിയിട്ടാക്കൂല. എൻ്റെ രീതിയിൽ എനിക്കിഷ്ടമുള്ള പോലെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കലാണ് എൻ്റെ പതിവ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പച്ചമണം മാറിയ ശേഷം തൈരാണ് കേട്ടോ, ഞാൻ വെജ് തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അവിയലാണ് കേട്ടോ, സൂപ്പറാണ്. ഇങ്ങനെ അവിയൽ എനിക്കിഷ്ടമാണ് കേട്ടോ അവിയൽ. അപ്പോൾ സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് ഞാനിതാ അതിനിടയിൽ ഓരോ പണിയാണ് കേട്ടോ. പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ കുറച്ച് കറിവേപ്പില, സവാള, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇട്ട് കൊടുത്ത് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. അതിനുശേഷം നമ്മൾ തേങ്ങയില്ലേ, തേങ്ങ ചിരവി വെച്ച തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂണ് നമ്മുടെ സാമ്പാർ പൊടിയും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒരു ഗോൾഡൻ കളർ, എന്തൊരു മണമെന്നറിയാം. ഈ ഒരു ടൈമിൽ നല്ല മണം വരുന്ന ആ ഒരു നല്ല കറുമുറ ടൈമിൽ ഇതൊന്ന് പുറത്തിറക്കി വെച്ചതിന് ശേഷം മിക്സിയിലിട്ടിട്ട് തണിഞ്ഞതിന് ശേഷം കേട്ടോ മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. നമ്മുടെ സാമ്പാർ ഇവിടെ കുക്കായി വന്ന ടൈമിൽ അതിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെയാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ആ ഒരു ടൈമിൽ നല്ല തിള വന്നതിന് ശേഷം ഞാൻ ഇവിടെ കാച്ചിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കണ്ണൂർ ഭാഗത്ത് കാച്ചാന്നാണ് കേട്ടോ പറയുക, കറി കാച്ചിയിട്ട്. നിങ്ങളുടെ ഭാഗത്ത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ കാച്ചിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അതിലേക്ക് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഈ സാമ്പാറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പുളിപ്പീൻ ഒഴിക്കലുണ്ട് കേട്ടോ, പക്ഷെ ഇതിന് പുളിപ്പീൻ ഒഴിച്ചിട്ടില്ല. ആ വേവുന്ന ആ സമയത്ത് തന്നെ പുളിപ്പീൻ ഒഴിച്ചു കൊടുക്കലാണ് പതിവ് കേട്ടോ. ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ചാണ് ഞാൻ വേവിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കാച്ചിയിട്ട് വെച്ചാൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിള വരുമ്പോൾ ഇതൊന്ന് ഓഫാക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് വറവുണ്ടാക്കണം. നിങ്ങളുടെ വറവിന് ഉപ്പേരി എന്നാണ് തോന്നുന്നല്ലേ പറയുക, അധികം ആൾക്കാർ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക. നമ്മൾ കണ്ണൂർ ഭാഗത്ത് നമ്മൾ വറവ് എന്നാണ് പറയുക. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, സവാളി ഒരു അരമുറി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടോ. ഇന്ന് കപ്പക്ക എന്ന് കേട്ടോ നമ്മളിവിടെ പറയുക, കപ്പക്ക വറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ കപ്പക്ക ഇതുപോലെ ചെറിയ പീസാക്കി കഴുകിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട്, വെള്ളം വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി, ഇച്ചിരി വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല വേവ് ആവുന്ന ആ ടൈം, വെന്ത് വരുന്ന ആ ടൈം വരെ നമുക്കൊന്ന് അടച്ച് വെക്കട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പായ വറവ് ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മുടെ തേങ്ങ ചിരവിയതും കൂടി ഒരു അരമുറി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കട്ടോ. ഇനി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയാൽ നമ്മുടെ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പപ്പായ വറവ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി പപ്പായക്ക് നമുക്ക് തേങ്ങ ഇടുന്നതിന് പകരം തേങ്ങക്കത്ത് വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിൽ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പപ്പടം അപ്പുറത്ത് നിന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ ഊണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നോളി. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഊൺ റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി മിക്സാക്കി ഞാൻ ഇത് ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലൊന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. അങ്ങനെ ഞാൻ അച്ചാറും പപ്പടവും വറവും സാമ്പാറും അവിയലും എല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളി പിടിച്ച് മക്കളെ, സൂപ്പറാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന്
ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് രാത്രിത്തേത് കണ്ടാലോ? രാത്രി എന്താണെന്ന് നമുക്ക് കണ്ടാം. ഞാൻ ഇന്ന് ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കണ്ണൂർ ഭാഗത്തിൽ ഉണ്ടാക്കുന്ന നമ്മുടെ ഓട്ടുപത്തിലില്ലേ, ഓട്ടുപത്തിലാണ്. അപ്പോൾ ഇത് ഇലയിൽ ആക്കിയിട്ട് എടുക്കുന്നതുണ്ട്. ഞാൻ ഇലയിൽ പരത്തിയിട്ട് പാനിലത്ത് ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പോൾ ബീഫ് കറിൻ്റെ റെസിപ്പി ഞാൻ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ ബീഫ് കറിൻ്റെ റെസിപ്പിയിൽ ഒരുപാട് ലൈവിലെല്ലാം കാണിച്ചിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് കണ്ടുപോയി നോക്കട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ്. പിന്നെ പത്തിരിക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നമ്മുടെ പുഴുങ്ങലരി ഇല്ലേ, അരിയും അതിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ആ പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടി നോർമൽ വാട്ടറും കൂടിയിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ പരത്തിയിട്ട് ചുട്ട് എടുക്കുന്നതാണ് കേട്ടോ. കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പരത്തിയിട്ടെടുക്കുക. കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. ഈ പത്തിരാനങ്ങ് തിന്നിട്ടുണ്ടോ? കണ്ണൂർ ഭാഗത്തല്ലാത്തവരായിട്ട് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം അല്ലാണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പത്രമാണ്. പിന്നെന്താ, അങ്ങനെ ഇന്നത്തെ രാത്രിത്തെ നമ്മുടെ എല്ലാം കൂടി ആയിട്ടുണ്ട് കേട്ടോ. ഡിന്നറും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പത്തിരി ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങാപ്പാലാക്കാൻ വേണ്ടിയിട്ട് ഉപ്പും ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. ആ ഒരു പാലത്തേക്ക് നമ്മൾ പത്തിരി ഇങ്ങനെ ചുട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ പ്രത്യേകത ഇന്ന് ഉസ്താദിൻ്റെ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഒരാൾ, ഉച്ചയ്ക്ക് ഒരാൾ, രാവിലെ 4 ആളാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചിക്കനൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിന് കേട്ടോ. ചപ്പാത്തിയും അങ്ങനെ പത്തിരിയും എല്ലാം കൂടി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇന്ന് മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.